വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ പ്രതി അഫാനുമായി പാങ്ങോട് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലും പെരുമലയിലെ സ്വന്തം വീട്ടിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിൽ അഫാനെ നാളെ കോടതിയിൽ ഹാജരാക്കും. വൈകുന്നേരം 4:30 പ്രതി അഫാനുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചത്. കനത്ത സുരക്ഷയിൽ ആദ്യം താഴെപ്പാങ്ങോടുള്ള സൽമാ ബീവിയുടെ വീട്ടിലെത്തിച്ചു. മിനിറ്റുകൾ മാത്രമെടുത്ത തെളിവെടുപ്പ്. മൃതദേഹങ്ങൾ സംസ്കരിച്ച താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിനരികിലാണ് സൽമാ ബീവിയുടെ വീട്. പള്ളിയിലുണ്ടായിരുന്നവരും നാട്ടുകാരും അഫാനെ കാണാൻ തടിച്ചുകൂടി. പ്രതിഷേധത്തിന്റെയോ വൈകാരികതയുടെയോ അന്തരീക്ഷമില്ലാതെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങാൻ പോലീസിനായി. കൊലപാതകത്തിന് ശേഷം മടങ്ങിയ വഴിയിലൂടെ പോലീസ് അഫാനുമായി സഞ്ചരിച്ചു. കല്ലറയുള്ള CDMന് മുന്നിൽ സെക്കൻഡുകൾ മാത്രം വാഹനം നിർത്തി. സൽമാ ബീവിയുടെ മാല പണയം വെച്ച പണം നിക്ഷേപിച്ച CDMന് മുന്നിലാണ് പ്രതിയെ പുറത്തിറക്കാതെ തെളിവെടുപ്പ് നടത്തിയത്. തുടർന്ന് അഫാനുമായി പോലീസ് എത്തിയത് പേരുമലയിലെ സ്വന്തം വീട്ടിൽ. അരമണിക്കൂറോളം തെളിവെടുപ്പ് നീണ്ടു. മാതാവിൻ്റെയും സഹോദരൻ്റെയും പെൺസുഹൃത്തിൻ്റെയും ചോരക്കർ ഉണങ്ങാത്ത വീട്ടിൽ ഭാവവ്യത്യാസമില്ലാതെ അഫാൻ കുറ്റകൃത്യം വിശദീകരിച്ചു. അതേസമയം രാവിലെ തെളിവെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അഫാൻ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണിരുന്നു. ഉടൻ സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തെളിവെടുപ്പ് തടസ്സപ്പെടുത്തുന്നതിനുള്ള പ്രതിയുടെ നാടകമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ വൈകിട്ടോടെ നെടുമങ്ങാട് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. തുടർന്ന് പ്രതി സഹോദരന്റെയും ഭാര്യയുടെയും കൊലപാതകത്തിൽ കിളിമാനൂർ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അനുജന്റെയും പെൺസുഹൃത്തിന്റെയും കൊലപാതകത്തിൽ അവസാനമാകും വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.